കേരള രാഷ്ട്രീയത്തിൽ പി.സി. ജോർജിന്റെ ജനപക്ഷത്തിന് ഇന്ന് ഒരു നിർണായക ദിവസമാണ്. പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടിയായ ബി.ജെ.പിക്കൊപ്പം ഇന്ന് ജനപക്ഷം ലയിക്കുന്നു. ഔദ്യോഗിക പ്രഖ്യാപനം അല്പസമയത്തിനകം തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിലുണ്ടാകും. അതും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സാന്നിധ്യത്തിൽ. ജനപക്ഷത്തിന്റെ മുഖമായ ഷോൺ ജോർജ് എന്നോടൊപ്പമുണ്ട്. ഷോൺ, ഇന്നൊരു രാഷ്ട്രീയ ജീവിതത്തിലെ വളരെ പ്രധാനപ്പെട്ട ദിവസം അല്ലേ? തീർച്ചയായിട്ടും ഏറെ നിർണായകമായ ഒരു തീരുമാനമായിരുന്നു ബി.ജെ.പിയിൽ ചേരുക എന്നുള്ളത്. എൻ.ഡി.എ എന്ന നിലയിലല്ല, ബി.ജെ.പി ചേരുക എന്നുള്ള ഒരു നിർണായകമായ തീരുമാനമായിരുന്നു. അപ്പം ഞാൻ ഉൾപ്പെടെ ഡൽഹിയിൽ നിന്നും ബഹുമാനപ്പെട്ട ദേശീയ പ്രസിഡന്റിൽ നിന്നുമാണ് മെമ്പർഷിപ്പ് വാങ്ങിയത്. പക്ഷേ പാർട്ടിയുടെ ഔദ്യോഗികമായ ലയന പ്രഖ്യാപനം ഇന്ന് സംസ്ഥാന പ്രസിഡന്റ് ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രിയുടെ സാന്നിധ്യത്തിൽ ഇന്ന് നടത്തും. പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റി അംഗങ്ങൾ 112 പേര് ഇന്ന് ഔദ്യോഗികമായി അവരെ സംസ്ഥാന പ്രസിഡന്റ് സ്വീകരിക്കും. അതിനുശേഷം ജില്ലകളിൽ ലയന പരിപാടികൾ എല്ലാ ജില്ലകളിലും നടക്കും. ഏറെ സന്തോഷമുണ്ട് ഒരു ദേശീയ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമാകുന്നതിൽ. ഇന്ത്യയെ പുരോഗതിയിലേക്ക് നയിക്കുന്ന ഒരു പ്രധാനമന്ത്രിയുടെ കീഴിൽ അണിനിരക്കാൻ കഴിഞ്ഞതിൽ. മാത്രമല്ല അദ്ദേഹത്തിൻ്റെ ഒരു സാന്നിധ്യം കൊണ്ട് നമ്മുടെ നാട്ടിൽ, പ്രത്യേകിച്ച് കേരള സംസ്ഥാനത്ത്, എല്ലാ തരത്തിലും കേന്ദ്രത്തിനോട് തിരിഞ്ഞു നിൽക്കുന്ന ഒരു സമീപനമാണ് കേരള സംസ്ഥാനത്തുള്ളത്. അത് കാർഷിക മേഖലയിൽ, നമ്മുടെ വികസന രംഗത്തും വലിയ രീതിയിൽ അത് ബാധിച്ചിട്ടുണ്ട്. എളിയ ശ്രമം തീർച്ചയായിട്ടും, പ്രത്യേകിച്ച് മധ്യകേരളത്തിൻ്റെ കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ട് വന്യമൃഗശല്യം ഉൾപ്പെടെ, റബ്ബറിൻ്റെ വിലത്തകർച്ച ഉൾപ്പെടെ, നാണ്യവിളകളുടെ മറ്റ് വിലത്തകർച്ച ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഈ ചെറിയ നാളുകൾക്കുള്ളിൽ തന്നെ പ്രധാനമന്ത്രിയുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാൻ കഴിഞ്ഞു എന്നതിൽ അഭിമാനമുണ്ട്. അതിലൊക്കെ നിർണായകമായ തീരുമാനങ്ങൾ, ഇലക്ഷൻ അടുത്തുപോയി എന്നുള്ളൊരു ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും റബ്ബർ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ വളരെ നിർണായകമായ തീരുമാനങ്ങൾ എനിക്ക് വാക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മളുടെ ഒരു വരവുകൊണ്ട് നമ്മുടെ ഒരു മേഖലയ്ക്ക് എന്ത് ഗുണം ഉണ്ടാക്കാൻ കഴിയും, വികസന രംഗത്ത് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ കഴിയും, ഇതൊക്കെ ആയിരിക്കും ഇനി ഞങ്ങൾക്ക് കൂടുതൽ ചെയ്യാൻ കഴിയും. ഈ ഷോൺ, സാധാരണ ബി.ജെ.പി എൻ.ഡി.എയുടെ ഘടകകക്ഷിയാകുക എന്നുള്ളതാണ് രാഷ്ട്രീയ പാർട്ടികൾ അങ്ങോട്ടേക്ക് വന്നവരിലും പലരും സ്വീകരിച്ച നയം. പക്ഷെ എന്തുകൊണ്ട് ലയിക്കാൻ തീരുമാനിച്ചു? അത് നിങ്ങൾക്ക് എന്ത് ഗുണം ചെയ്യും എന്ന് ആ തരത്തിൽ ചിന്തിച്ചിട്ടുണ്ടോ? എപ്പോഴും നമ്മൾ ചിന്തിക്കേണ്ടത്, ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ നിലനിൽപ്പ് എന്ന് പറയുന്ന അവർ മുമ്പോട്ട് വെക്കുന്ന മുദ്രാവാക്യങ്ങളുടെ അടിത്തറയിലാണ്. കേരള കോൺഗ്രസ് എന്ന് പറയുന്നത് കർഷകന്റെ പ്രസ്ഥാനമായിരുന്നു. മധ്യകേരളത്തിലെ കൂടുതൽ ക്രൈസ്തവരാണ്, ന്യൂനപക്ഷങ്ങൾ ഉള്ള പ്രസ്ഥാനമാണ്. കഴിഞ്ഞ ഒരു 3 പതിറ്റാണ്ട് എടുത്ത് നോക്കിയാൽ ഞാനായിരിക്കും ഒരു ഏറ്റവും അവസാനത്തെ സജീവ കേരള കോൺഗ്രസ് പ്രവർത്തകൻ. റിക്രൂട്ട്മെന്റ് ഇല്ല, പുതിയൊരു തലമുറ പാർട്ടിയിലേക്ക് വരുന്നില്ല. കാരണം അവർ ഈ പാർട്ടി മുമ്പോട്ട് വെക്കുന്ന ഒരു മുദ്രാവാക്യങ്ങളും അവർക്ക് ഗുണകരമായി മധ്യകേരളത്തിലെ കർഷക സമൂഹത്തിന് തോന്നുന്നില്ല. അപ്പോൾ അവർക്ക് ഗുണകരമായി തീരുമാനങ്ങൾ എടുത്തു പോയാൽ മാത്രമേ ഇനി ഈ പ്രസ്ഥാനം നിലനിൽക്കുകയുള്ളൂ. അപ്പോൾ കേരള കോൺഗ്രസ് എന്ന് പറയുന്ന ഒരു സംവിധാനത്തിന് സത്യം പറഞ്ഞാൽ ദുഃഖമുണ്ട് പറയാൻ. ഞാൻ കേരള കോൺഗ്രസ്സുകാരനായിട്ട് ഇപ്പോൾ ഞാൻ എപ്പോഴും പറയാറുണ്ട്, പി.സി. ജോർജ് 10-16 വയസ്സിലാണ് കേരള കോൺഗ്രസ് ആയത്. ഞാൻ ജനിച്ചപ്പോൾ എൻ്റെ അപ്പൻ്റെ വീട്ടും എൻ്റെ അമ്മയുടെ വീടും എൻ്റെ അപ്പനും അമ്മയും എല്ലാം കേരള കോൺഗ്രസ്സാണ്. ഞാൻ കേരള കോൺഗ്രസ്സുകാരൻ ജനിച്ച ആളാണ്. എനിക്കെന്നും കേരള കോൺഗ്രസിനോട് അന്ധമായ സ്നേഹമുള്ളൊരു മനുഷ്യനാണ്. ആ പ്രസ്ഥാനം ഒരു പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയായി മാറിയിരിക്കുന്നു. അങ്ങനെ കുറേ നേതാക്കന്മാർക്ക് വേണ്ടി മാത്രം കുറേ പാവങ്ങൾ ഇതിനു വേണ്ടി മുദ്രാവാക്യം വിളിക്കുന്നു. അവർക്ക് മാത്രം മന്ത്രിസ്ഥാനവും അല്ലെങ്കിൽ മറ്റ് സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി ഒരു സമൂഹത്തെ ചുമ്മാ വിഡ്ഢിയാക്കുന്നു. അങ്ങനെ രാഷ്ട്രീയമായിട്ട് മുമ്പോട്ട് പോകാൻ പറ്റില്ലേ? നമുക്ക് മാത്രം അല്ലല്ലോ ഗുണം ഉണ്ടാകേണ്ടത്. അധികാരം ഉണ്ടെങ്കിൽ ആ അധികാരം ജനങ്ങൾക്ക് ഉപകാരപ്രദമാകുന്ന രീതിയിൽ ഉപയോഗിക്കാൻ കഴിയണം. പക്ഷെ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ ബി.ജെ.പിയോടൊപ്പം അല്ലാതെ കേരള സംസ്ഥാനത്തിനോ കർഷക സമൂഹത്തിനോ, ഇപ്പം ഞാൻ പറയട്ടെ, ഇപ്പോൾ LDF-ഓ UDF-ഓ ആരുമാട്ടെ, ആര് കേരളം മാറി ഭരിച്ചാലും കേരളത്തിലെ കർഷകർക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? പറ്റില്ല. അത് നരേന്ദ്രമോദി വിചാരിക്കണം, കേന്ദ്ര ഗവൺമെന്റ് വിചാരിക്കണം. ആ കാര്യത്തിൽ ഒക്കെ നിർണായകമായി, ഞാൻ പറഞ്ഞില്ല, 25 ദിവസം കൊണ്ട് വളരെ സിസ്റ്റമാറ്റിക്കാണ് ബി.ജെ.പി ഗവൺമെന്റ്. ഓരോ മിനിസ്റ്റർമാരെ എടുത്തു നോക്കിയാൽ കൃത്യമായിട്ട് നമുക്കറിയാം. ഞാൻ പരമ്പരാഗതമായ കേരള കോൺഗ്രസുകൾ ആവശ്യപ്പെട്ടിട്ടുള്ള മുഴുവൻ കാര്യങ്ങളും കേന്ദ്ര കൊമേഴ്സ് മന്ത്രി പീയൂഷ് ഗോയലിനെ കണ്ട് ആവശ്യപ്പെട്ടു. പക്ഷേ എനിക്ക് അവിടുന്ന് കിട്ടിയൊരു റിപ്ലൈ, അദ്ദേഹം എത്രമാത്രം പഠിച്ചിട്ടുണ്ട്, അദ്ദേഹം ഓരോ കാര്യങ്ങളും ഇത് ഇന്ന കാര്യങ്ങൾ കൊണ്ട് ഇന്ന നടക്കില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു, എന്ത് കാണിച്ചാലും കുഴപ്പമില്ല, നമുക്ക് റബ്ബറിന് വില കിട്ടണം. അപ്പോൾ പറഞ്ഞു, അത് ന്യായം, ഞാൻ അതിലേക്ക് എന്ത് ചെയ്യാം, യു മേക്ക് എ പ്രപ്പോസൽ. ഞാനൊരു പ്രപ്പോസൽ കൊടുത്തു. അതിന് ബഹുമാനപ്പെട്ട ആനന്ദ് ബോസ് സാർ, ഒരു മലയാളി എന്നതിൽ, കോട്ടയംകാരൻ എന്നതിൽ ഏറെ സഹായിച്ചിട്ടുണ്ട്. ബഹുമാനപ്പെട്ട വി മുരളീധരൻ മിനിസ്റ്റർ, ബഹുമാനപ്പെട്ട രാജീവ് ചന്ദ്രശേഖർ സാറ്, ഇവരൊക്കെ, അതുപോലെ പ്രകാശ് ജാവ്ദേക്കർജി, അദ്ദേഹമൊക്കെ ഈ വിഷയത്തിൽ വളരെ സ്ട്രോങ് ആയിട്ട് കൂടെ നിന്ന് പ്രധാനമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തി. ഇപ്പം ഞാൻ പറയാം, കഴിഞ്ഞ ആഴ്ച വയനാട്ടിലുണ്ടായ വിഷയം കൃത്യമായിട്ട് പ്രധാനമന്ത്രിയുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാൻ നമുക്ക് കഴിഞ്ഞു. നമുക്ക് ഈ ചെറിയ ജീവിതം കൊണ്ട് നമുക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ, നമുക്ക് അത് ഇത്രയും വലിയൊരു വിഷയം പ്രധാനമന്ത്രിയുടെ ശ്രദ്ധയിൽ എത്തിക്കാൻ കഴിയുക എന്ന് പറയുന്നത്, ഞാൻ ഈ രാഷ്ട്രീയ പാർട്ടിയുടെ ഭാഗമായതുകൊണ്ടല്ലേ.
അപ്പോൾ അതുകൊണ്ട് ആർക്കെങ്കിലും ഗുണമുണ്ടായാൽ അതല്ലേ നമുക്കൊക്കെ ജീവിതത്തിൽ ഒരു സന്തോഷം. എന്തെങ്കിലും ഉപാധികളുണ്ടോ ലയനത്തിന്? നത്തിങ്. ഈ 3 രൂപയുടെ മെമ്പർഷിപ്പ് അവിടെ ചെന്നപ്പോൾ അവർ പലപ്പോഴും ചോദിച്ചു എന്താണ് PC ജോർജിന് എനി ഡിമാൻഡ്? നോ ഡിമാൻഡ്, എനിക്ക് 3 രൂപയുടെ ഒരു മെമ്പർഷിപ്പ് വേണം. അത് മാത്രമാണ് PC ജോർജ് പറഞ്ഞിട്ടുള്ളത്. അതിനപ്പുറത്തോട്ട് ഒരു ഡിമാൻഡ്, നത്തിങ്. ഇപ്പം ഞാൻ പറഞ്ഞില്ല, ഇപ്പം ലോക്സഭാ സീറ്റ് ഉൾപ്പെടെയുള്ള പല കാര്യങ്ങൾ PC ജോർജിന്റെ പേരും എൻ്റെ പേരും ഒക്കെ ചർച്ച ചെയ്യുന്നുണ്ട്. ഇതൊന്നും ഞങ്ങൾ പറഞ്ഞിട്ടുള്ള ഡിമാൻഡുകളേ അല്ല. അങ്ങനെ ഒരു ചർച്ചയില്ല, പാർട്ടി തീരുമാനം അത്രയുള്ളൂ. പത്തനംതിട്ടയിൽ മത്സരിക്കുമോ ഷോൺ? ഒരിക്കലും. ഞാൻ പറഞ്ഞില്ലേ, ഈ പാർട്ടി എന്ത് പറഞ്ഞാലും അത് കേൾക്കാതെ അതിനകത്ത് PC ജോർജിന്റെ പേര് തന്നെയാണ് അവർ ഇങ്ങോട്ട് ആവശ്യപ്പെട്ട് PC ജോർജ് മത്സരിക്കുമോ എന്നൊരു ചോദ്യം മാത്രം ചോദിച്ചു. അപ്പം അതിന് തീരുമാനം എടുക്കേണ്ടതും കേന്ദ്ര പാർലമെന്ററി സമിതിയാണ്. അപ്പം അതിനകത്ത് എപ്പോഴാണ് എങ്ങനെയാണ് ഒരു തീരുമാനം ഉണ്ടാകുക എന്നറിയത്തില്ല. ആ PC ജോർജിനോട് എന്നോട് ചോദിച്ചിട്ട് പോലും ഇല്ല. ഞാനുള്ള പറഞ്ഞു എന്നോട് ഷോൺ മത്സരിക്കുന്നുണ്ടോ എന്ന് അഭിപ്രായം പോലും ചോദിച്ചിട്ടില്ല. ഇതൊക്കെ ചുമ്മാ പറയുന്ന വാർത്തകളാണ്. ഈ വീണാ വിജയനെതിരെയുള്ള പോരാട്ടം ഇപ്പോൾ ഏത് ഘട്ടത്തിലാണ്? എൻ്റെ പോരാട്ടത്തിന്റെ ഘട്ടം കഴിഞ്ഞു എന്നാണ് വിചാരിക്കുന്നത്. പക്ഷേ ഇതിനിപ്പോൾ ഉള്ളൊരു മാനം വന്നിരിക്കുന്നത് ഓരോ ദിവസവും പുറത്തു വരുന്ന വാർത്തകൾ. ഇന്നലെ മിനിങ്ങാന്ന് ഞാൻ നടത്തിയ ഒരു ഫേസ്ബുക്കിൽ ഞാൻ ഒരു സാധനം ഇട്ടിരുന്നു. തോട്ടപ്പള്ളിയുമായി ബന്ധപ്പെട്ട് അതിനുശേഷവും CMRലുമായി ബന്ധപ്പെട്ടും കഴിഞ്ഞ 10-20 വർഷത്തിനിടയിൽ നടത്തിയിട്ടുള്ള ഫ്രോഡുകൾ ചെറുതല്ല. അപ്പം ഇതുമായി ബന്ധപ്പെട്ട് ഞാൻ ജെനുവിനാണ് എന്ന് ബോധ്യപ്പെട്ട സമയം മുതൽ എനിക്ക് ആളുകൾ തെളിവുകൾ കൊണ്ട് തന്നുകൊണ്ടിരിക്കുകയാണ്. ഇതെല്ലാം SFI ഏൽപ്പിക്കുക, ഇതെല്ലാം കോടതി വഴി തന്നെയാണ് ഞാൻ SFI കൈമാറുന്നത്. കോടതിയിൽ ഞാൻ എൻ്റെ പെറ്റീഷൻ ആയിട്ട് ഞാൻ സബ്മിറ്റ് ചെയ്തിട്ടുണ്ട്. അത് SFI ഞാൻ സബ്മിറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ഇനിയും കൂടുതൽ കാര്യങ്ങൾ അതിനകത്ത് ചെയ്യണം, അല്ലെങ്കിൽ ചെയ്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട്. ഞാൻ SFIയുടെ അന്വേഷണം പ്രഖ്യാപിച്ചപ്പോൾ എൻ്റെ ചുമതലകൾ അവസാനിച്ചു എന്നാണ് ഞാൻ വിചാരിച്ചത്. അങ്ങനെയല്ല, എനിക്കിനിയും ആ വിഷയത്തിൽ ചുമതലകൾ ചെയ്യാനുണ്ടെന്ന് വിശ്വസിക്കുന്നു. ഈ കേരള രാഷ്ട്രീയത്തിലെ ഏറ്റവും കരുത്തിനെതിരെയാണ്, അവരുടെ കുടുംബത്തിനെതിരെയാണ് പോരാട്ടം. അപ്പം സമാധാനക്കേട് ആവശ്യമുണ്ടാവുമല്ലോ അല്ലേ? എനിക്കങ്ങനെ സമാധാനക്കേടുണ്ട്. ഞാനൊരു പച്ച മനുഷ്യൻ, പച്ചക്കറി. സൈബർ ആക്രമണം, ഭീഷണി. അതല്ല, ഞാൻ ഏതെങ്കിലും ഈ സൈബർ ആക്രമണത്തിൽ എൻ്റെ പോസ്റ്റിന്റെ കീഴോ അല്ലെങ്കിൽ ഞാൻ ഇടുന്ന ഫേസ്ബുക്ക് പോസ്റ്റിന്റെ കീഴോ വന്ന് ഞാൻ കമന്റ് വായിക്കാൻ പോയാലല്ലേ ഇതൊക്കെ കാണുള്ളൂ. ഞാൻ ഇട്ടിട്ട് എൻ്റെ വഴിക്ക് പോകുള്ളൂ. അല്ലാതെ ഞാൻ അതിൻ്റെ കീഴെ കമന്റുകൾ ആളുകളെടുത്ത് വല്ല സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചു തന്നാലല്ലാതെ. പിന്നെ സ്വാഭാവികമായിട്ടും ജനം ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കില്ലേ. എനിക്കെതിരെ ഒരു കാര്യം പറയുമ്പോൾ അതിനിപ്പം ജനം നല്ല രീതിയിൽ ഇപ്പോൾ ആളുകൾ പറയുന്നത്, ഇപ്പോൾ എൻ്റെ പോസ്റ്റിൽ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ വന്ന് അതിൻ്റെ കീഴെ സൈബർ സഖാക്കളുടെ ചീത്തവിളി വരുമ്പോൾ, പക്ഷെ ഇല്ല കേട്ടോ, അത് വേറൊരു കാര്യം. സഖാക്കൾക്കെല്ലാം നല്ല ബോധ്യമുണ്ട്. ഈ പാർട്ടിയെ ഞാനൊരു കാര്യം പറയട്ടെ, നമ്മളൊക്കെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒരു നല്ല കാലഘട്ടം കഴിഞ്ഞ് സഖാവ് VS-ന്റെയും EK നായനാറിൻ്റെയും EMS-ന്റെയും ഒക്കെ കാലഘട്ടം കണ്ടും കേട്ടും വളർന്നവരാണ് നമ്മളൊക്കെ. അവിടെ നിന്ന് ഈ പാർട്ടി എവിടെ എത്തിയിരിക്കുന്നു? പാവപ്പെട്ടവൻ്റെ അത്താണിയായിരുന്നു ഈ പാർട്ടി. ആ മുണ്ട് മുറുക്കിയെടുത്ത് ഈ കഴിഞ്ഞ മനുഷ്യച്ചങ്ങളെ മാത്രം എടുത്ത് അത് നോക്കി അറിയില്ല, മുണ്ട് മുറുക്കിയെടുത്ത് ആകെപ്പാടെ കിട്ടുന്ന 250 രൂപയ്ക്കകത്ത് 100 രൂപ പാർട്ടിക്ക് കൊടുത്തിട്ട് ഈ പാർട്ടിയെ വളർത്താൻ നടക്കുന്ന സഹാക്കന്മാരുടെ മുമ്പിലാണ് കോടാനുകോടികൾ, ചെറിയ കോടികളല്ല, കോടാനുകോടികൾ കൊള്ള നടത്തിക്കൊണ്ട് അമേരിക്കയിലും വിദേശ രാജ്യങ്ങളിലൊക്കെ ബിസിനസ്സുമായിട്ട് നടക്കുന്നത്. ഇതൊക്കെ അവർ കണ്ടോണ്ടല്ലേ ഇരിക്കുന്നത്. അവർക്ക് പിന്നെ ഒരു പാർട്ടിയുടെ ചട്ടക്കൂടിനകത്ത് ഇന്ന് പറയാൻ പറ്റാത്തതാണ്. ഇത് വലിയൊരു വിപ്ലവമായി പിണറായിക്കെതിരെ വരും. ശരി.